ലോകത്തിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ലാളിത്യവും എളിമയും വളരെ വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകനാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥി EMSൻ്റെ ഒരു അഭിമുഖത്തിന് ശ്രമിച്ചു, ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ. EMSൻ്റെ സെക്രട്ടറി രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് വരാൻ ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു. അല്ലെങ്കിൽ EMSന് വലിയ തിരക്കായി പോകുമെന്ന് മുന്നറിയിപ്പും കൊടുത്തു. വിദ്യാർത്ഥിയും കൂട്ടുകാരൻ കൃത്യസമയത്തിന് തന്നെ EMS താമസിക്കുന്ന ചെറിയ ഫ്ലാറ്റിലെത്തി. നീല മുണ്ടും ബനിയനും ധരിച്ച EMS നേരിട്ടാണ് വിദ്യാർത്ഥിയെയും കൂട്ടുകാരനെയും സ്വീകരിച്ചത്. അകത്തേക്ക് ക്ഷണിച്ചിരുത്തിയ ശേഷം ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാതഭക്ഷണം കഴിക്കാൻ EMS ക്ഷണിച്ചു. വിദ്യാർത്ഥി ഒന്ന് സംശയിച്ചു. EMS സീരിയസ് ആയിട്ട് വിളിക്കുകയാണോ? സ്നേഹസമ്പന്നമായ ഒരു ശാകാരം തിരിച്ചു കിട്ടി. നിങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നത് എന്ന് EMS ഈ വിദ്യാർത്ഥിയോടും കൂട്ടുകാരനോടും പറഞ്ഞു. ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് സംസാരിക്കാം എന്ന EMSൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാനിരുന്നു. മറ്റുള്ളവർ ഏത് പ്രായക്കാരാണെങ്കിലും ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും അവരെ തുല്യരായി കാണുന്ന, ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം EMSന് എന്നും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും എപ്പോഴും കാണാനും സംസാരിക്കാനും അവസരം നൽകുന്ന, എളിമയോടെ പെരുമാറുന്ന ഒരു നേതാവിൻ്റെ മഹത്വം അതിലൂടെയാണ് നമുക്കറിയുന്നത്. എല്ലാവരോടും ആദരവോടെ, സ്നേഹത്തോടെ പെരുമാറുക, അവരുമായി സംവദിക്കുക, അതായിരുന്നു EMS. കൂടുതൽ അറിയാൻ അറിയപ്പെടാത്ത EMS എന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിൻ്റെ പുസ്തകം വായിച്ചാൽ മതി. അതിലെല്ലാം ഉണ്ട്. ജനങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്ന വലിയ നേതാക്കൾക്ക് അറിയാം, EMS ഉൾപ്പെടെ. ആ സമ്പർക്ക മനോഭാവം പക്ഷേ ഇന്ന് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. EMSനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി പാർലർ ഉടമയും അവരുടെ സംഘടനാ നേതാവുമായ ആര്യനാട് മോഹനുണ്ട്. ആര്യനാട് മോഹൻ EMSൻ്റെ മുടി സ്ഥിരമായി വെട്ടിയിരുന്ന ആളാണ്. അപ്പം ബുധനാഴ്ച രാവിലെ, ഒരു ബുധനാഴ്ച അല്ല 5 മണിക്ക് മുടി വെട്ടാൻ വരാൻ പറഞ്ഞു EMS. അപ്പോൾ ഇദ്ദേഹം അവിടെ മുടി വെട്ടാനുള്ള ഉപകരണങ്ങളുമായിട്ട് ഇങ്ങനെ എത്തിയപ്പോഴത്തേന് 5 മണി 2 മിനിറ്റായി. അപ്പോഴത്തേന് അദ്ദേഹത്തിന് ദേശാഭിമാനി പത്രം വായിക്കുന്ന ഇതിലേക്ക് പോയി. 5 മണിക്ക് വെട്ടാൻ വന്നില്ല, അദ്ദേഹം പത്രവായന തുടങ്ങി. പത്രവായന EMS തുടങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിന് മുടിവെട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം മകൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഇന്ന് നടക്കത്തില്ല, അടുത്ത ബുധനാഴ്ച 5 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ആര്യനാട് മോഹൻ എന്നോട് പറഞ്ഞത്, താമസിച്ചു പോയാലോ, 1 മിനിറ്റ് താമസിച്ചാൽ പത്രം എടുത്ത് വായിച്ചു തുടങ്ങിയ പ്രശ്നമല്ലേ, അതുകൊണ്ട് 4 മണിയായപ്പോഴേ ഞാൻ മതിലിയാടി അകത്ത് കയറി പതുങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് ഉടനെ തന്നെ 4:59 എടുത്തു ചാടി മുന്നിപ്പെട്ടു. EMS ചെറുതായിട്ടൊന്ന് ചിരിച്ചോന്ന് പുള്ളിക്ക് സംശയമുണ്ട്, കാരണം ലേറ്റാവാൻ പാടില്ല. ഇന്നും ഈ ആര്യനാട് മോഹൻ EMSൻ്റെ മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുടി വെട്ടിയിരുന്നത്. അപ്പോൾ എല്ലാത്തിനും കൃത്യതയുള്ള ആളായിരുന്നു EMS. മാത്രമല്ല വളരെ ലളിതമായ ജീവിതം, അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുണ്ട് കേരളത്തിൽ EMS നമ്പൂതിരിപ്പാട് എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി. അപ്പോൾ ഇത് അദ്ദേഹത്തിനെ പോലെയൊക്കെ ലളിതമായി ഇന്ന് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് റവന്യൂ ഒക്കെ ഉള്ള കാലത്ത് പറ്റുമോ? വലിയ പാടാണെന്ന് വേണമെങ്കിൽ പറയാം.